ഹായ് ഗൈസ്, നമ്മളിന്ന് പെട്ടെന്ന് പഠിക്കാൻ വേണ്ടി പോണത് നമ്മുടെ ഗ്ലോബൽ എന്റർപ്രൈസ് അഥവാ മൾട്ടിനാഷണൽ കമ്പനി അല്ലെങ്കിൽ ട്രാൻസ്നാഷണൽ കമ്പനിയെ പറ്റിയിട്ടാണ്. സോ എന്താണ് അതിന്റെ മീനിങ് എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. അതായത് നമ്മുടെ ഒരു രാജ്യത്ത് ഓപ്പറേറ്റ് ചെയ്യുകയും, അതായത് ഒരു രാജ്യത്ത് ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുകയും മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ വ്യാപിച്ച് കിടക്കുന്ന കമ്പനിയായി നമ്മൾ വിളിക്കുന്ന പേരാണ് MNC എന്ന് നമ്മൾ സിംപ്ലി വിളിക്കുന്നത്. അപ്പോൾ അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഒരു രാജ്യത്തും പിന്നെ മറ്റു പല രാജ്യങ്ങളിലായിട്ട് വ്യാപിച്ച് കിടക്കുന്ന കമ്പനിയാണ് പ്രധാനമായിട്ട് നമ്മുടെ MNCs എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇവർ നമ്മുടെ എങ്ങനെ ആ രാജ്യങ്ങളുടെ പ്രൊഡക്ഷൻ സെക്ടറിനെ മൊത്തമായിട്ട് കൺട്രോൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു വിഭാഗം ബിസിനസ് രീതിയാണ് നമ്മുടെ MNCs എന്ന് പറയുന്നത്. സോ നമുക്ക് കാണാൻ പറ്റും ഇതിന്റെ ഓഫീസുകളും ഫാക്ടറീസുകളും മെയിൻലി നമ്മൾ കാണുന്നത് ചീപ്പ് ലേബേഴ്സുകൾ എവിടെ കിട്ടുന്നുണ്ടോ, ചീപ്പ് റിസോഴ്സുകൾ എവിടെ കിട്ടുന്നുണ്ടോ അവിടെയൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഇത് കണ്ടുവരാൻ വേണ്ടി പോണത്. പിന്നെ ഇവർ ലാർജ് രീതിയിലാണ് ഇവർ സ്കെയിൽ ചെയ്യുക, അതായത് ഓപ്പറേഷൻസുകൾ വലിയ രീതിയിലാണ് ഇവർ സ്കെയിൽ ചെയ്യുക, വലിയ രീതിയിലാണ് ഇവർ മാർക്കറ്റിംഗ് നെറ്റ്വർക്ക്സുകൾ ഇൻപുട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ അഡ്വാൻസ് ടെക്നോളജികൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താ, വെറൈറ്റീസ് ഓഫ് പ്രോഡക്ട്സ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നാട്ടിലേക്ക്. ആൻഡ് ഓൾസോ ഇവർ വേൾഡ് മാർക്കറ്റിനെയാണ് മെയിൻലി കോമ്പീറ്റ് ചെയ്യുന്നത്. ആൻഡ് മറ്റൊരു പ്രത്യേകത പറഞ്ഞാൽ ഈ ഒരു മൾട്ടിനാഷണൽ എന്ന് പറഞ്ഞ വാക്ക് നമുക്ക് ഉണ്ടായിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട വാക്കുന്നാണ്. ഒന്ന് മൾട്ടി എന്നുള്ളതും ഒന്ന് നാഷണൽ എന്നുള്ളതും. മൾട്ടി മീൻസ് നമുക്കറിയാം മെനി എന്നുള്ളതാണ് മീനിങ്, ആൻഡ് നേഷൻ മീൻസ് നമ്മുടെ കൺട്രീസ് എന്നുള്ളതാണ്. പ്രധാനമായിട്ടുള്ള നമ്മുടെ എക്സാമ്പിൾസുകളാണ്. ഒന്ന് നമ്മുടെ പെപ്സി, കൊക്കക്കോള, ഇവരൊക്കെ നമ്മൾ US രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനിയാണ്. മറ്റു രാജ്യങ്ങളിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ബ്രൂക്ക് ബോണ്ട്, കാഡ്ബറി, പിന്നെ യൂണിലിവർ പോലുള്ള ലിപ്റ്റൺ പോലുള്ള കമ്പനികളൊക്കെ നമുക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പ്രധാനമായിട്ടും നമ്മുടെ അതേപോലെ തന്നെ യു കെയിലാണ്. പിന്നെ സോണി, റിക്സൺ, സുസുക്കി ഇതൊക്കെ ജപ്പാൻ മെയ്ഡ് കമ്പനീസുകളാണ്. പിന്നെ നമ്മുടെ ഇന്ത്യൻ്റെ സ്വന്തം ഇൻഫോസിസ്, വിപ്രോ, റാൻബാക്സി, ടാറ്റാ സ്റ്റീൽ, ടാറ്റ മോട്ടോഴ്സ് ഒക്കെ ഇന്ത്യ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ലോകം മൊത്തം ഇത് വ്യാപിച്ച് കിടക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ MNCനെ ഷോർട്ടാക്കി പറയാൻ വേണ്ടി പഠിക്കുന്നത്. താങ്ക്